ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. ഇതിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എം ഷെൽ? എം ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും? ഇതാണ് ആറ്റം മോഡൽ. 1, 2, 3, 4 എന്നോ അല്ലെങ്കിൽ KLM എന്നോ നമ്മൾ നെയിമിങ് ചെയ്യാം ഷെല്ലിനെ. എമ്മിൻ്റെ നമ്പർ എത്രയാണ്? 3. അപ്പോൾ 2n² റൂൾ അനുസരിച്ചിട്ട് 2 × n², 2 × 3², 18. അപ്പോൾ എം ഷെല്ലിന് മാക്സിമം 18 ഇലക്ട്രോൺസ് ആണ് പറ്റുന്നത്. വാട്ട് ആർ ഐസോട്ടോൺസ്? ഐസോട്ടോൺസ് എന്നാൽ രണ്ട് ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വലായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐസോട്ടോൺസ് എന്ന് പറയും. എക്സാമ്പിൾ: നൈട്രജൻ 15, കാർബൺ 14. ഇതിലെ ആറ്റമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, മാസ് നമ്പറും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് നോക്കൂ. കാർബൺ 14ൽ കാർബൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും 6. മാസ് നമ്പർ മൈനസ് ആറ്റമിക് നമ്പർ 14 - 6 ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. 14 - 6 8 ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നൈട്രജൻ 15ലും നൈട്രജൻ്റെ ആറ്റമിക് നമ്പർ 7. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് 7, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 15 - 7 8. അപ്പോൾ രണ്ടിൻ്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയി വന്നു. അതുകൊണ്ടാണ് ഇത് രണ്ടും ഐസോട്ടോൺസ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ കനാൽ റേസ് ഓർ ആനോഡ് റേസ്? ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. കനാൽ റേസ് ഓർ ആനോഡ് റേസ് എന്നാൽ എന്താണ്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് കനാൽ റേസ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാഥോഡിൽ നിന്നും ആണ് കാഥോഡ് റേസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ആനോഡ് റേസ് ആനോഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. കനാൽ റേസ് അത് കാഥോഡ് റേസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതായത് കാഥോഡ് റേസ് കാഥോഡിൽ നിന്നും ഈ ഡയറക്ഷനിൽ വരുമ്പോൾ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് ആനോഡിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഈ കനാൽ റേസ് ആനോഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നത് കാരണം ആനോഡ് റേസ് എന്നും അതിനെ അറിയപ്പെടുന്നു. പിന്നെ ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിറച്ചിരിക്കുന്ന ഗ്യാസ് ഏതാണോ അതിന് അനുസരിച്ചിട്ട് ഈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഈ കനാൽ റേസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബിഹേവിയറിൽ കുറച്ച് ചേഞ്ച് ഉള്ളതായിട്ട് സയൻറ്റിസ്റ്റ് നോട്ട് ചെയ്തു. അതിന് കാരണം ഒരു ഒബ്സർവേഷൻ ഉണ്ടായത് ലൈറ്റസ്റ്റ് കനാൽ റേസ് ജനറേറ്റ് ചെയ്തത് ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത സിറ്റുവേഷനിലാണ്. ഈ കനാൽ റേസ് ആക്ച്വലി പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആക്ച്വലി പ്രോട്ടോൺസ് ആണ്. ഈ കനാൽ റേസിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ സ്ഥലത്ത് ആ റേസിനെ കനാൽ റേസ് പ്രോട്ടോൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം കനാൽ റേസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അത് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത കേസിൽ ഒരേ ഒരു പ്രോട്ടോണാണ്. ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ 1 ആണല്ലോ, ഒരു പ്രോട്ടോണേ ഉള്ളൂ. ആ സിറ്റുവേഷനിൽ ഡിറ്റക്റ്റ് ചെയ്ത ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ആ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അതിനെയാണ് ലേറ്റർ നമ്മൾ പ്രോട്ടോൺ എന്നുള്ളത് മനസ്സിലാക്കിയത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ മേജർ കൺസെപ്റ്റ്സ് ഓഫ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒരു ഏർലി സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. ആ സമയത്ത് ഈ മോഡൽ പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിൽ എംബഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ സ്ഫിയറിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ടോട്ടലി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ്ലി ഇലക്ട്രോൺസും സെയിം ആണ്. അതുകൊണ്ട് ആറ്റം ന്യൂട്രൽ ആയിരിക്കും ജനറൽ കേസിൽ. ഈ മോഡൽ പ്രൊപ്പോസ് ചെയ്തത് J.J. തോംസൺ ആണ്. ഈ മോഡൽ ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച പല ഒബ്സർവേഷൻസും ഈ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ മോഡലിനെ റിജക്റ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് എ ലിമിറ്റേഷൻ ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ? റുദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്
ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് പറ്റിയില്ല. ഈ മോഡൽ പറയുന്നു ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എനർജി ലൂസ് സംഭവിച്ചിട്ട് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഈ ന്യൂക്ലിയസിൻ്റെ സൈഡിലേക്ക് അട്രാക്ട് ചെയ്ത് അതിനകത്തേക്ക് കൊളാപ്സ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആറ്റത്തിൻ്റെ കേസിൽ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. റിവോൾവ് ചെയ്യുന്നു എന്ന് പറയുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് എനർജി ലൂസ് ചെയ്ത് കൊളാപ്സ് ഇലക്ട്രോൺസിൻ്റെ കൊളാപ്സ് നടക്കാത്തതെന്ന് ഈ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. വാട്ട് ആർ ദ മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് നീൽ ബോർ ആറ്റം മോഡൽ? നീൽ ബോർ ആറ്റം മോഡലിൻ്റെ മേജർ കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. നീൽ ബോർ ആറ്റം മോഡലാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വൈഡ്ലി യൂസ് ചെയ്യുന്ന ആറ്റം മോഡൽ. ആറ്റത്തിൻ്റെ ബിഹേവിയർ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഈ മോഡൽ ഉപയോഗിച്ചിട്ട് സയൻറ്റിസ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. റുദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ മേജർ ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ ലിമിറ്റേഷനെ ഈ നീൽ ബോർ ആറ്റം മോഡൽ ഓവർകം ചെയ്തു. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ക്ലിയർ ആയിട്ട് നീൽ ബോർ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ മോഡലിൻ്റെ മേജർ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സ്ഡ് ഓർബിറ്റിൽ കൂടെയാണ് കറങ്ങുന്നത്. റാൻഡം ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്തിൽ കൂടെ അല്ല ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിക്സ്ഡ് ഓർബിറ്റിൽ കൂടെ ആണ് ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓർബിറ്റ് തന്നെ ഡിഫറെൻറ്റ് ലെവലിലാണ് ഉള്ളത്. ഏറ്റവും ഉള്ളിലുള്ള ഓർബിറ്റിന് ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടാകും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും അടുത്ത ഷെല്ലിന് കൂടുതൽ എനർജി ഉണ്ടാകും. അങ്ങനെ ഡിഫറെൻറ്റ് എനർജി ലെവലിലാണ് ഓരോ ഓർബിറ്റിനും ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഓർബിറ്റ്സിനെ സ്റ്റേഷനറി എനർജി ലെവൽ എന്നാണ് ഈ മോഡൽ പറയുന്നത്. സ്റ്റേഷനറി എനർജി ലെവൽ എന്നാൽ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ തന്നെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിൽ നിന്ന് എനർജി ലൂസ് വരുന്നില്ല. അതുകൊണ്ട് എനർജി ലൂസ് ആയാൽ മാത്രമാണ് ഈ ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലേക്ക് വീഴാനുള്ള ചാൻസ് ഉള്ളൂ. ഒരു സെയിം ഓർബിറ്റിൽ കൂടെ മൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇലക്ട്രോൺസിൽ നിന്ന് എനർജി ലൂസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിന് സ്റ്റേബിളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആറ്റം സ്റ്റേബിളായിട്ടിരിക്കും. അപ്പോൾ നീൽസ് ബോർ ആറ്റം മോഡലിൽ സ്റ്റേഷനറി എനർജി ലെവല് ഈ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ മോഡൽ അനുസരിച്ചിട്ട് ഈ ഓർബിറ്റ് എനർജി ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ഇന്നർ ഷെല്ലിന് കുറവ് എനർജി ലെവലായിരിക്കും. ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൽ നിന്ന് കൂടി വരുന്തോറും എനർജി ലെവൽ കൂടും. ഈ മോഡൽ പറയുന്നു ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരു ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ ആറ്റത്തിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യും. അതായത് കൂടുതലുള്ള എനർജി എമിറ്റ് ആകും. ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് നടന്നാൽ തിരിച്ചും ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആറ്റം എനർജി അബ്സോർബ് ചെയ്യും. ഈ ഒബ്സർവേഷൻസ് ഒക്കെ ആറ്റത്തിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കൂടുതൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സയൻറ്റിസ്റ്റിന് ഉപകാരപ്പെട്ടു. ഇനി ഓർബിറ്റ്സിൻ്റെ നമ്പറിങ് കൊടുത്തിരുന്നത് 1, 2, 3, 4. ഇതൊക്കെയാണ് ഈ നീൽസ് ബോർ ആറ്റം മോഡലിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ്. Out of the following statements, identify the items related to J.J. Thomson. J.J. Thomson എന്ന സയൻറ്റിസ്റ്റുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ. പ്രപ്പോസ്ഡ് ദ ഐഡിയ ഓഫ് ഓർബിറ്റ്. ഓർബിറ്റിൻ്റെ ഐഡിയാസ് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ്. കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്. തേർഡ് വൺ ഡിസ്കവേർഡ് ന്യൂട്രോൺ, ഡിസ്കവേർഡ് ഇലക്ട്രോൺ ആൻഡ് ലാസ്റ്റ് വൺ പ്രപ്പോസ്ഡ് ദ പ്ലം പുഡിംഗ് മോഡൽ. ഇതിൽ ഏതൊക്കെയാണ് J.J. തോംസൺ ആയിട്ട് റിലേറ്റ് ചെയ്തത്? ഫസ്റ്റ് കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്, ഡിസ്കവേർഡ് ഇലക്ട്രോൺസ്, പ്രപ്പോസ്ഡ് പ്ലം പുഡിംഗ് മോഡൽ. ഈ 3 കാര്യങ്ങളും J.J. തോംസൺ ആണ് ചെയ്തത്. ഇനി ആരാണ് ഐഡിയ ഓഫ് ഓർബിറ്റ് പ്രപ്പോസ് ചെയ്തത്? നീൽ ബോർ. ഇനി ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക്. ഈ ലിസ്റ്റിൽ
ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഇത് മൂന്നും ജെ തോംസൺ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്